തൃശൂരിന്റെ തീരദേശ മേഖലകളിലൂടെയുള്ള കനോലി കനാൽ കയ്യേറ്റക്കാരുടെ താവളമായി മാറുന്നു. പൊന്നിയൂർക്കുളം, ചാവക്കാട് മേഖലകളിലാണ് വ്യാപകമായി കയ്യേറ്റം നടക്കുന്നത്. റിപ്പോർട്ടർ അന്വേഷണ പരമ്പര തുടരുന്നു. 100 മീറ്റർ വീതിയുണ്ടായിരുന്നു ഈ കാണുന്ന കായലിന്. പക്ഷേ അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പായിരുന്നുവെന്ന് മാത്രം. പുന്നിയൂർക്കുളം, ഒരുമന്നിയൂർ ഗ്രാമപഞ്ചായത്തുകളിലായി കനോലി കനാലിന്റെ ഭാഗമായ ഏക്കർ കണക്കിന് കായലാണ് ദിനംപ്രതി നികത്തുന്നത്. ആദ്യം 2 സെന്റ് കായലാണ് കയ്യേറിയതെങ്കിൽ ഇന്നത് ഏക്കറുകളായി മാറി. തെങ്ങുകൾ വെച്ച് കയ്യേറ്റക്കാർ കായലിന്റെ ആധിപത്യം ഉറപ്പിച്ചു. തീരദേശ പരിപാലന നിയമങ്ങളും തണ്ണീർത്തട നിയമങ്ങളും കാറ്റിൽ പറത്തി നടക്കുന്ന കയ്യേറ്റം പ്രാദേശിക ഭരണകൂടം മുതൽ ജില്ലാ കളക്ടർ വരെയുള്ളവർ കണ്ടില്ലെന്ന് നടിച്ചു. തീരദേശ മേഖലയിലും കാർഷിക മേഖലകൾക്കായാലും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഈ പുഴ, ഏകദേശം 100 മീറ്ററോളം വീതിയുള്ള ഈ പുഴ ഇന്ന് ഇതിൻ്റെ ഒരു ദാരുണമായ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കയ്യേറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പുന്നിയൂർക്കുളം പഞ്ചായത്തിലായാലും അതേപോലെ തന്നെ ഒരുമന്നിയൂർ പഞ്ചായത്തിൻ്റെ പ്രദേശത്തായാലും ഒക്കെ യഥേഷ്ടം കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കനോലി കനാൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് പഠനങ്ങൾ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. റീസർവേ നടത്തി കനോലി കായൽ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ വിധം കല്ലുകൾ കെട്ടിയാണ് കനോലി കായൽ കയ്യേറുന്നത്. ജില്ലാ ഭരണകൂടം ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കനോലി കായൽ പേരിൽ മാത്രമായി ചുരുങ്ങും. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, തൃശൂർ.